എല്ലാവരും ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവരാണ്. ഈ ഫേസ്ബുക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇന്നേ വരെ നമ്മുടെ ഫോണുകൾ മാറി മാറി വന്നിട്ട് പോലും നമ്മുടെ ഇല്ലാത്ത കോൺടാക്ട്സ് വരെ ഫേസ്ബുക്ക് സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. ഇത്തരം സാഹചര്യത്തിൽ ഫേസ്ബുക്ക് എവിടെയാണ് ഈ കോൺടാക്ട്സ് സൂക്ഷിച്ചു വച്ചിരിക്കുന്നതെന്നും ഇത്തരത്തിലുള്ള കോൺടാക്ട്സുകൾ ഡിലീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും നമ്മുടെ ഫേസ്ബുക്ക് മറ്റാരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ എന്നും നമുക്ക് ഈ വീഡിയോയിൽ കൂടി ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇതിനായി നമുക്ക് ആദ്യം ഫേസ്ബുക്ക് ഒന്ന് ഓപ്പൺ ചെയ്യണം. ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ഇവിടെ കാണുന്ന നമ്മുടെ ആ പ്രൊഫൈൽ ഐക്കണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്തായി ആ ഒരു സെറ്റിംഗ്സിൻ്റെ ഗിയർ ചിഹ്നത്തിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു ഓപ്ഷനിലേക്ക് ഓപ്പണായി വരുന്നതാണ്. ഇവിടെ ഏറ്റവും മുകളിലായി സെർച്ച് ചെയ്യുന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ ആക്സസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ആക്സസ് എന്ന് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്യുന്ന സമയത്തായി ആക്സസ് യുവർ ഇൻഫർമേഷൻ എന്നൊരു ഓപ്ഷൻ ആദ്യമായി വന്നു നിൽക്കുന്നത് കാണുവാൻ സാധിക്കും. നിങ്ങളപ്പോൾ ആക്സസ് യുവർ ഇൻഫർമേഷൻ എന്നുള്ള ഭാഗത്തായി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്തായി നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഇതിലായി നിങ്ങൾക്ക് പേഴ്സണൽ ഇൻഫർമേഷൻ എന്നുള്ളൊരു ഭാഗം കാണാം. നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം കുറച്ചധികം വിവരങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ അക്കൗണ്ട് എന്നാണ് ക്രിയേറ്റ് ചെയ്യുന്നുള്ളതും തുടർന്ന് നിങ്ങളുടെ പോർട്ടൽ ബാക്കിയുള്ള കാര്യങ്ങൾ കാണിക്കുന്നു. നമുക്ക് ഇതൊന്നുമല്ല ആവശ്യം. നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് കുറച്ച് താഴേക്കായി വരുമ്പോൾ യുവർ അഡ്രസ് ബുക്ക് എന്ന് പറയുന്ന ആ ഒരു ഭാഗമാണ്. ഈ യുവർ അഡ്രസ് ബുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തായി നിങ്ങൾ ഇന്നേ വരെ നിങ്ങളുടെ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിലുണ്ടായിരുന്ന സകല കോൺടാക്റ്റുകളും ഫേസ്ബുക്ക് ഇവിടെ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ പലപ്പോഴും പെർമിഷൻ കൊടുക്കുമ്പോൾ പല ആപ്ലിക്കേഷനുകളും നമ്മളെ ദുരുപയോഗം ചെയ്യുന്നത് ഇതുപോലെയാണ്. അതെന്തെങ്കിലും ആവട്ടെ. അപ്പോൾ നമ്മളതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. ഇവിടെ ഓപ്പൺ ചെയ്യുന്ന സമയത്തായി നിങ്ങൾക്ക് കാണാം എൻ്റെ 2000 കോൺടാക്ട്സ്, എൻ്റെ ഫോണിൽ പോലും ഇല്ലാത്ത കോൺടാക്ട്സ് വരെ ഫേസ്ബുക്ക് ഇവിടെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നതായി. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഓരോന്നായി സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. അതല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഇത്രയും കോൺടാക്ട്സ് സൂക്ഷിക്കേണ്ട എന്നുണ്ടെങ്കിൽ ഇത് മൊത്തത്തിൽ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളയുന്നതിനും സാധിക്കുന്നതാണ്. ഇനി അതല്ല നിങ്ങൾക്ക് ഫോണൊക്കെ നഷ്ടപ്പെട്ടു ഒരു കോൺടാക്ട്സ് കിട്ടാതെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ നിന്നെടുത്ത് ഉപയോഗിക്കുന്നതിനും സാധിക്കുന്നതാണ്. ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ കോൺടാക്ട്സിനകത്തുള്ള നമ്പരും ബാക്കി ഡീറ്റെയിൽസുമല്ല നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണുവാനും സാധിക്കുന്നതാണ്. പക്ഷേ ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട കാര്യം ആലോചിക്കേണ്ടത് ഫേസ്ബുക്കിന് വളരെ സ്ട്രോങ് ആയ ഒരു പാസ്വേഡ് നിങ്ങൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേസ്ബുക്ക് മറ്റൊരാളുടെ കയ്യിൽ കിട്ടിയാൽ നിങ്ങളുടെ സകല പേഴ്സണൽ ഡീറ്റെയിൽസും അവർക്ക് ലഭിക്കുമെന്നുള്ളത് പ്രത്യേകം നിങ്ങൾ ഓർമ്മിക്കുക. അതുകൊണ്ട് തന്നെ വളരെ സ്ട്രോങ് ആയ പാസ്വേഡും ഡ്യുവൽ ഫാക്ടർ ഓതന്റിക്കേഷനും നിങ്ങളുടെ ഫേസ്ബുക്കിന് കൊടുക്കുവാൻ പ്രത്യേകം ഓർമ്മിക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇത്രയും നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് ഇതിൽ നിന്നും നിങ്ങളുടെ ഫേസ്ബുക്ക് മറ്റാരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിനായി നമുക്കൊരു കാര്യം കൂടി ചെയ്യേണ്ടതുണ്ട്. ഇതിനായി നമ്മൾ തിരിച്ച് പുറകിലേക്ക് തന്നെ പോകുന്നു. നമ്മൾ നേരത്തെ വന്നതുപോലെ നമ്മുടെ ഫേസ്ബുക്കിൻ്റെ മെയിൻ ഭാഗത്ത് പോയിട്ട് തന്നെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ ഇതെല്ലാം ബാക്കിലേക്ക് വന്നു. നമ്മൾ ഫേസ്ബുക്കിലേക്ക് കയറി ഉടനെ കാണുന്ന ആ ഒരു ഭാഗത്തേക്ക് വരുന്നു. ഇവിടെ നമ്മൾ ആ പ്രൊഫൈൽ ഐക്കൺ നേരത്തെ പോലെ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് നേരത്തെ പോലെ തന്നെ ആ സെറ്റിംഗ്സിലേക്ക് ഒന്ന് പോയതിന് ശേഷം ഇവിടെ നിങ്ങൾ പാസ്വേഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആ സെർച്ച് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷൻ്റെ ഇവിടെ നിങ്ങൾ പാസ്വേഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ കാണാം ആദ്യമേ തന്നെ പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞ് വന്ന് നിൽക്കുന്നത്. ഞാനിങ്ങനെ ടൈപ്പ് ചെയ്യാൻ പറയുന്നത് വേറെ അധികം സെറ്റിംഗ്സിനകത്തുണ്ടാകും. അതിലേക്ക് പോകാതെ പെട്ടെന്ന് തന്നെ എടുത്ത് സാധാരണക്കാർക്ക് ഉപയോഗിക്കുന്നതിനാണ് പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി അല്ലെങ്കിൽ പാസ്വേഡ് എന്ന് സെറ്റിംഗ്സിലെ സെർച്ച് എന്നുള്ള ഓപ്ഷനിൽ ടൈപ്പ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ നമ്മൾ ആ പാസ്വേഡിൻ്റെ ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് അവിടെ നിന്ന് ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്കിവിടെ കാണിച്ചു തരുന്നുണ്ട് വെയർ യു വെയർ ലോഗ്ഡ് ഇൻ എന്ന് പറയുന്ന ഒരു സ്ഥലം കാണും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ഭാഗത്തായി നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്ക് വഴി നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഇവിടെ കാണിക്കും. ഞാനിപ്പോൾ എൻ്റെ ഫേസ്ബുക്കിലേക്കാണ് പോകുന്നത്. ഫേസ്ബുക്ക് ഞാൻ പോയി നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം 10ലധികം സ്ഥലങ്ങളിൽ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് ഫേസ്ബുക്ക് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ക്ലിക്ക് ചെയ്യുന്ന സമയത്തായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന സ്ഥലങ്ങളെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണിച്ചു തരും. അപ്പോൾ നിങ്ങളുടെ ഫോണിലും നിങ്ങൾ കയറി ഇപ്പോൾ തന്നെ ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. തുടർന്ന് ഇതിൽ നിന്നും നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾ അറിയാതെ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഏതെങ്കിലും സ്ഥലങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് താഴെയായി കാണുന്ന സെലക്റ്റഡ് ഡിവൈസസ് ടു ലോഗ് ഔട്ട് എന്നുള്ള ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഞാൻ കോഴിക്കോട് നിന്നും നവംബർ 3 2024 ഉപയോഗിച്ചിരിക്കുന്നത് കാണിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ഞാൻ സെലക്റ്റഡ് ഡിവൈസ് ടു ലോഗ് ഔട്ട് എന്നുള്ള ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിന്നും ഞാൻ ആ പറയുന്ന കാലിക്കറ്റ് ഇന്ത്യ അല്ലെങ്കിൽ നവംബർ 3 ഉപയോഗിച്ചിരിക്കുന്ന സ്ഥലത്തായി ഞാൻ സെലക്ട് ചെയ്തതിന് ശേഷം ഞാനത് ഇവിടെ നിന്ന് ലോഗ് ഔട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ നിങ്ങളുടെ ഫേസ്ബുക്കിൽ നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള സ്ഥലങ്ങൾ ഏതെങ്കിലും നിങ്ങൾക്ക് പരിചയമില്ലാത്ത സ്ഥലങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് കാണിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ സെലക്ട് ചെയ്ത് നിങ്ങൾ അപ്പോൾ തന്നെ ലോഗ് ഔട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ലോഗ് ഔട്ട് ചെയ്യുക. തുടർന്ന് നിങ്ങൾ ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ ഫേസ്ബുക്കിന് വളരെ സ്ട്രോങ് ആയ ഒരു പാസ്വേഡ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ചെയ്യുന്നതിനായി നമുക്ക് നേരെ നമ്മുടെ പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി എന്നുള്ള ഭാഗത്തേക്ക് തന്നെ പോകേണ്ടതുണ്ട്. നമ്മൾ നേരത്തെ വന്നതുപോലെ നമ്മൾ ആദ്യം കണ്ട ആ സെറ്റിംഗ്സിനകത്ത് നമ്മൾ പാസ്വേഡ് ടൈപ്പ് ചെയ്യുമ്പോൾ പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി എന്നുള്ള ഭാഗത്തേക്ക് തന്നെ നിങ്ങൾക്ക് വരുവാൻ സാധിക്കും. ആ പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി എന്നുള്ള ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ നിന്നും നമ്മുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യുന്നതിനായിട്ടുള്ള ഓപ്ഷൻ ആദ്യമേ തന്നെ ഫേസ്ബുക്ക് കാണിച്ചു തരും. നമ്മൾ എന്ത് ചെയ്യണം, ചേഞ്ച് പാസ്വേഡ് എന്നുള്ള ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഫേസ്ബുക്കിലാണ് മാറണമെങ്കിൽ ഫേസ്ബുക്ക് സെലക്ട് ചെയ്യുക.
ഇവിടെയായി നിങ്ങളുടെ ഇപ്പോഴുള്ള പാസ്വേഡ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് നിങ്ങൾ ഇപ്പോഴുള്ള പാസ്വേഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം താഴെയായി 2 തവണ നിങ്ങളുടെ പുതിയ പാസ്വേഡ് ടൈപ്പ് ചെയ്യണം. പുതിയ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് നിങ്ങൾ എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പുതിയ പാസ്വേഡിലേക്ക് മാറുവാൻ സാധിക്കുന്നതാണ്. ഇനി എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്കിത് പുതിയ പാസ്വേഡ് നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾക്ക് പഴയ പാസ്വേഡ് അറിയില്ല എന്നുണ്ടെങ്കിൽ ഫർഗോട്ട് പാസ്വേഡ് എന്നുള്ള കൊടുത്തു കഴിഞ്ഞാൽ ഫേസ്ബുക്ക് തന്നെ നിങ്ങളുടെ മെയിൽ ഐഡിയോ നിങ്ങളുടെ ഫോൺ നമ്പറോ വെച്ചിട്ട് നിങ്ങൾക്ക് പുതിയ പാസ്വേഡ് കൊടുക്കുന്നതിനായി റീസെറ്റ് ചെയ്യുവാൻ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം പുതിയ പാസ്വേഡിലേക്ക് മാറിയതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇതിൽ തന്നെ നിങ്ങൾക്ക് 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻ എന്നൊരു ഓപ്ഷനും കൂടി അതിൻ്റെ തൊട്ട് താഴെയായി കാണുവാൻ സാധിക്കും. നിങ്ങൾ ആ 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻ എന്നുള്ള ആ ഒരു ഭാഗം കൂടി പുറകിൽ വന്ന് പാസ്വേഡ് സെക്യൂരിറ്റി അവിടെ നിന്നും 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻ എന്നുള്ള ഭാഗത്തു കൂടി പോയി അതുകൂടി നിങ്ങളൊന്ന് എനേബിൾ ചെയ്ത് വെക്കണം. 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻ എനേബിൾ ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ പോലെ നമ്മൾ പാസ്വേഡ് മാറ്റിയതിന് ശേഷം ആ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന സ്ഥലത്തായി നിങ്ങൾക്ക് നിങ്ങൾക്ക് പല രീതിയിൽ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഫോണിലേക്ക് ലിങ്ക് ചെയ്യുന്ന രീതിയിൽ ചെയ്യാം, നിങ്ങളുടെ മൊബൈലിലേക്ക് ലിങ്ക് ചെയ്യുന്ന രീതിയിൽ ചെയ്യാം. ഫോണിലേക്കാണെങ്കിൽ നിങ്ങൾ പാസ്വേഡ് അടിക്കുമ്പോൾ ഒരു OTP നിങ്ങൾക്ക് വന്ന് നിങ്ങൾ കൺഫർമേഷൻ കൊടുത്താൽ മാത്രമേ ആ ഫേസ്ബുക്ക് മറ്റാളിനോ നിങ്ങൾക്ക് തന്നെ ലോഗിൻ ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് പാസ്വേഡുകൾ സ്ട്രോങ് ആക്കുക. ഫേസ്ബുക്ക് പലരും ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങളുടെ മറ്റുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാൻ മറക്കരുത്. കാരണം എന്ന് പറഞ്ഞാൽ പലരും ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ കയ്യിൽ നിന്ന് പോയിട്ട് പിന്നീട് തിരിച്ചു കിട്ടാത്ത രീതിയിൽ അവരുടെ വിലപ്പെട്ട കോൺടാക്ട്സും വളരെ പ്രൈവസി ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നഷ്ടപ്പെടുന്നത് അനുഭവത്തിൽ വന്നിട്ടാണ് പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.